സംസ്ഥാനത്ത് തുടരുന്ന റെഡ് അലർട്ടിന്റെയും അതിതീവ്ര മഴയുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ഗൂഗിൾ മീറ്റിലൂടെ ചേർന്ന യോഗത്തിൽ മണലൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സൂപ്രണ്ടുമാർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം, ജലസേചന വകുപ്പ്, ഇറിഗേഷൻ എഞ്ചിനീയർമാർ, തഹസിൽദാർമാർ, പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുവരെ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടും അനുബന്ധ പ്രശ്നങ്ങളും യോഗം വിശദമായി വിലയിരുത്തി. മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകി മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കണമെന്ന് എംഎൽഎ നിർദ്ദേശിച്ചു. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, തോടുകളും കാനകളും കലുങ്കുകളും ശുചീകരിക്കുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായ നിരീക്ഷണം നടത്തുക, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാക്കി രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുക എന്നിവയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പര ഏകോപനത്തോടെ പ്രവർത്തിച്ച മഴ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ അടിയന്തരമായി നടപ്പാക്കണമെന്നും എംഎൽഎ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഏത് സമയം അലർട്ടായിട്ട് നിൽക്കണം. ഇപ്പൊ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ പിൻവാങ്ങരുത്. അലർട്ടായിട്ട് നിൽക്കുക. ഇപ്പോഴും മിന്നൽ പ്രളയത്തിന്റെ മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഏത് പ്രദേശം ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോർഡിനേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിട്ട് വിളിച്ചോളൂ. അത് കോർഡിനേറ്റ് ചെയ്യാൻ സെൻട്രലൈസ് ചെയ്ത് ജില്ലാ തലത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. എല്ലാവരും ഇപ്പൊ പറഞ്ഞത് പൊതുവെ PWDയുടെ പ്രശ്നമാണ്. PW റോഡിന്റെ പ്രശ്നം ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരും അവിടെ മണ്ഡലത്തിൽ ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ ഫ്രണ്ടിലുണ്ട് എന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. അടിയന്തര സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.